അതിനപ്പുറത്തേക്ക് എന്തൊക്കെയാണ് വിഷയത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കണം. AK സെന്ററിൽ നിന്ന് വിജിൻ പായന്തോടുണ്ട്. ഒപ്പം MN സ്മാരകത്തിൽ നിന്ന് ഷിജോ കുര്യനും, ബ്യൂറോയിൽ നിന്ന് സുനിൽ ഐസക്കും, ഡൽഹിയിൽ നിന്ന് PR അരവിന്ദും ചേരുന്നുണ്ട്. ഞാൻ ആദ്യം വിജിനിലേക്ക് പോകുന്നു. വിജിൻ, CPI നിലപാട് ഇല്ലെങ്കിൽ CPIയെ അവഗണിച്ചു, CPIയുടെ നിലപാടിന്റെ അഭിപ്രായത്തെ അവഗണിച്ചു എന്നതിനപ്പുറത്തേക്ക്, മുന്നണിയിലുണ്ടാകുന്ന ആ വിഷയത്തിനപ്പുറത്തേക്ക് CPM പ്രതിരോധത്തിലായിരിക്കുന്ന ഒരവസ്ഥ കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. CPM-ഉം സർക്കാരും വലിയ സമ്മർദ്ദത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് CPIയുടെ നിലപാട് കൊണ്ട്, ആ ഉറച്ചു നിൽക്കൽ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസം പറഞ്ഞ കാര്യങ്ങൾ, വിദ്യാഭ്യാസ മന്ത്രി ഇത്രയും ദിവസം വിശദീകരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇത് തന്നെയല്ലാതെ ഇതിനപ്പുറത്തേക്ക് എന്തായിരിക്കും? ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള പ്രസ് മീറ്റാണ് നടക്കാനിരിക്കുന്നത്, മന്ത്രി V ശിവൻകുട്ടിയുടെയും CPIയുടേതാണെങ്കിലും. അപ്പോൾ ഇനി എന്തായിരിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, CPM-ന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാനായിരിക്കും, ഇല്ലെങ്കിൽ ഇതെങ്ങനെ മറികടക്കാനായിരിക്കും ശ്രമം? തന്നെ CPM-ന്റെ നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം AKG സെന്ററിൽ ആരംഭിക്കും. ഒപ്പം തന്നെ മന്ത്രി V ശിവൻകുട്ടിയുടെ ഓഫീസിൽ നിന്നും ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട ഫയലുകൾ നിലവിൽ AKG സെന്ററിൽ എത്തിച്ചിട്ടുണ്ട്. അത് MV ഗോവിന്ദൻ മാസ്റ്റർക്കാണ് കൈമാറിയിരിക്കുന്നത്. MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ ഈ പൂർണ്ണമായും ഈ ബൈലോയിൽ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കിയ ശേഷം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കും. ഈ ഒപ്പിടാൻ ഉണ്ടായ സാഹചര്യം എന്തെന്ന് വിശദീകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും CPI നേതാക്കളുമായി MV ഗോവിന്ദൻ തന്നെ നേരിട്ട് ആശയവിനിമയം നടത്തുക. അതിന്റെ ഭാഗമായി ഈ ആശയവിനിമയത്തിൽ ഏതെങ്കിലും തരത്തിൽ CPIയെ ഒരു അനുനയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് CPM ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും കടുത്ത നിലപാടിലേക്ക് CPI പോകില്ല എന്നൊരു അഭിപ്രായം CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിലോ LDF യോഗത്തിലോ ഒന്നും ചർച്ച ചെയ്യാതെ PM ശ്രീയിൽ ഒപ്പുവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കടന്നത്. ഈ വിഷയത്തിൽ ഇത്രയും വലിയൊരു ഫണ്ട് ലഭ്യമാകേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് ഈ CPI നേതാക്കൾ, യുവജന സംഘടനാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കടുത്ത നിലപാട് ഈ വിഷയത്തിൽ എടുക്കുമ്പോഴും CPI സംസ്ഥാന നേതൃത്വം വളരെ ആലോചിച്ചുള്ള ഒരു നിലപാടിലേക്കാണ് എത്തുന്നത്. കൂടിയാലോചനയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ പ്രതികരണം മതി എന്നുള്ള നിലപാടിലേക്കാണ് പ്രധാന നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മറ്റ് പ്രതികരണങ്ങളൊന്നും ഇതുവരെയും നൽകാതിരിക്കുന്നത്. നേരത്തെ നമ്മൾ വിനോദ് വിശ്വമൊക്കെയായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറല്ല എന്നുള്ളതാണ്. ഇതിനായി ഒരു അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം തന്നെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത് 12 മണിക്ക് ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള നിലപാട് പാർട്ടി പറയുക എന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്തായാലും V ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനവും അത് കഴിഞ്ഞ ശേഷം മാത്രം മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 4 മണിക്കാണ് മന്ത്രി V ശിവൻകുട്ടി വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് CPIയെ അനുനയിപ്പിക്കുകയും CPIയെ ഇങ്ങനെയൊരു PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകാനുണ്ടായ കാരണങ്ങൾ വിശദീകരിച്ച് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ CPM-ന് മുന്നിലുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത നിലപാടിലേക്ക് CPI ഇക്കാര്യത്തിൽ പോകുമോ എന്നതും അറിയേണ്ടതുണ്ട്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉയർത്തിപ്പിടിച്ച നിലപാടുകളിൽ നിന്ന് പിറകോട്ട് പോകേണ്ടി വന്നത് അത് ഇത്രയും വലിയൊരു സാമ്പത്തികമായ ഇപ്പോഴത്തെ നിലപാട് അറിയിക്കുക എന്നുള്ളതല്ല, മുന്നണിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയെ നിലപാട് മാറ്റത്തിൽ, PM ശ്രീയിലെ നിലപാട് മാറ്റം എന്തുകൊണ്ടുണ്ടായി എന്നത് ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളത് കൂടിയാണ് ഉറ്റുനോക്കുന്നത്. ഷിജോ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഷിജോ, വലിയ ചർച്ചകൾ നടക്കുന്നു, വലിയ സമ്മർദ്ദങ്ങൾ, പ്രത്യേകിച്ച് യുവജന സംഘടനകൾ ആ രീതിയിലാണ് അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ PM ശ്രീ എന്നാണോ ഇവിടെ ഒരു ചർച്ചയാവുന്നത് ആ കാലം മുതൽ തന്നെ സംഘടനകൾ നിൽക്കുന്ന നിലപാടിൽ നിന്ന് മാറിയിട്ടേയില്ല. ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് അതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് നേരത്തെയുള്ള സംഭവങ്ങൾ പല വിഷയങ്ങളിലും ഈ ലാസ്റ്റ് ടേം പിണറായി സർക്കാരിന്റെ കാലത്താണെങ്കിൽ പോലും നമുക്കറിയാം വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകളിൽ നിന്ന് മാറേണ്ടി വന്നിട്ടുണ്ട് CPIക്ക് എന്നുള്ളതാണ്. അതുതന്നെയാണ് CPM-ന്റെ ധൈര്യം എന്ന് കരുതുന്നു. ആ രീതിയിൽ ഒരു മാറ്റം, ഇല്ലെങ്കിൽ ഒരു സമ്മർദ്ദത്തിൽപ്പെടുക, ഇല്ലെങ്കിൽ നിലപാടിൽ മാറ്റം വരുത്തേണ്ടി വരിക, അയയുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിക്കും, അങ്ങനെയെങ്കിൽ നമുക്ക് ആ വഴി പോകാം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ വിഷയത്തിൽ CPI എത്തുമോ എന്നുള്ളതാണ്. ധന്യ, സ്വാഭാവികമായിട്ടും ഇത്തരം പല വിഷയങ്ങളിലും CPIയെ പല കാര്യങ്ങളിലും CPM നേതൃത്വം അനുനയിപ്പിച്ച് അവരുടെ പാതയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പല വിഷയങ്ങളിലും CPIയുടെ എതിർപ്പ് ഒക്കെ മുഖവിലേക്കെടുക്കുകയും അല്ലെങ്കിൽ അതിനകത്ത് ചർച്ച ചെയ്ത പ്രശ്നങ്ങൾ പരിഹരിക്കാം, CPIയുടെ എതിർപ്പൊന്നും മുന്നണിയുടെ കെട്ടിടപ്പിനെ ബാധിക്കില്ല എന്നുള്ള പ്രതികരണമൊക്കെയാണ് CPM നേതൃത്വം പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യത്തിനകത്തും CPIക്ക് ഉണ്ടായിട്ടുള്ള എതിർപ്പ് അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്നൊക്കെ CPM നേതൃത്വം കരുതുന്നുണ്ട്. LDF നേതൃത്വവും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. പക്ഷേ CPI ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അനുനയ
വിഷയത്തിന് വഴങ്ങുമോ എന്നുള്ളത് വലിയ ആകാംക്ഷ നിറയ്ക്കുന്ന കാര്യങ്ങളാണ്. സാധാരണ നിലയിൽ മറ്റു പല വിഷയങ്ങളിലും എതിർപ്പ് അറിയിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയോടൊക്കെ സംസാരിച്ച് അവർ വഴങ്ങുന്ന ഒരു സാഹചര്യം പല വിഷയങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ PMC വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ തന്നെ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയാണ് CPI നേതൃത്വം സ്വീകരിക്കുന്നത്. CPM എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും, വിദ്യാഭ്യാസ വകുപ്പ് എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും, മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് ആവർത്തിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും, ഇതിനകത്ത് CPIക്ക് PMCക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ. അതിനകത്ത് ഇതുവരെ വെള്ളം ചേർക്കാൻ CPI നേതൃത്വം തയ്യാറായിട്ടില്ല. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഇതിനകത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സുവ്യക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് CPI നേതൃത്വം സ്വീകരിച്ചു പോന്നിരുന്നത്. അപ്പോൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു നടപടിയും LDF നേതൃത്വം സ്വീകരിക്കില്ല, സർക്കാർ ചെയ്യില്ല എന്ന് കരുതിയ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ PMCയിൽ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം CPI നേതൃത്വം കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഒരു അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം CPI ചേരുന്നത്. അല്പസമയത്തിനകം ബിനോയ് വിശ്വം അടക്കമുള്ള CPIയുടെ മുതിർന്ന നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറിയും മറ്റ് നേതാക്കളും മറ്റ് മന്ത്രിമാരും CPIയുടെ മന്ത്രിമാരും അടക്കമുള്ളവർ MN സ്മാരകത്തിലേക്ക് വരും. അതിനുശേഷം ഒരുപക്ഷേ CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അദ്ദേഹം അതിനു മുമ്പ് ഒരു തരത്തിലും പ്രതികരിക്കാനില്ല എന്നുള്ള മറുപടിയാണ് നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്. അതിൽ സെക്രട്ടേറിയറ്റ് യോഗം കഴിയാതെ താൻ ഒന്നും പ്രതികരിക്കാനില്ല എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPI മന്ത്രിമാർ എന്തൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങൾ പറയും എന്നുള്ളതൊക്കെ ആകാംക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലടക്കം മന്ത്രി K രാജൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIക്കുള്ള അതൃപ്തി വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ അത് ചെവിക്കൊള്ളാൻ മന്ത്രിസഭയിലുണ്ടായിരുന്ന മറ്റ് മന്ത്രിമാർക്കോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കോ മുഖ്യമന്ത്രിക്കോ പോലും കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവരതിനെ ആ ഗൗരവത്തിൽ എടുത്തില്ല എന്നുള്ളത് പോലും CPIക്ക് വലിയ തരത്തിലുള്ള നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ CPI ഇതിനകത്ത് ഇനി മുമ്പോട്ട് ഏത് രീതിയിലുള്ള നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ആകാംക്ഷയോട് നോക്കി കാണേണ്ടതാണ്. സെക്രട്ടറി യോഗത്തിന് ശേഷമായിരിക്കും CPIയുടെ ഒരു